ജോസിൽ, ഗുഡ് മോർണിംഗ്. ശരത്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മഴയുണ്ടോ അതോ മഴ വരും എന്ന് കാത്തു കുട പിടിച്ച് നിൽക്കുകയാണോ? ഇന്നലെ രാത്രിയിൽ ഇടുക്കി ജില്ലയിൽ പരക്കെ മഴ ലഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ശക്തമായ കാറ്റും പലയിടങ്ങളിലും വീശിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ മഴ ചെറുതായി ചാറ്റൽ മഴ പെയ്യുന്നുണ്ട്. എന്നാൽ മഴ രാത്രിയിൽ പെയ്ത പോലെയുള്ള ശക്തമായ മഴ ഇപ്പോൾ തൊടുപുഴ മേഖലയിൽ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ പറയാനുള്ളത്. ഏതായാലും തമിഴ്നാടിന്റെ അതിർത്തി പങ്കിടുന്ന മേഖലയിൽ ഹൈറേഞ്ച് പ്രദേശങ്ങളിൽ ഇപ്പോഴും ശക്തമായ മഴ. ഹൈറേഞ്ച് തമിഴ്നാടിൻ്റെ അതിർത്തി പങ്കിടുന്ന ഈ ഹൈറേഞ്ച് മേഖലയിൽ രാജാക്കാട്, നെടുങ്കണ്ടം മേഖലയിലൊക്കെ ഇപ്പോൾ ശക്തമായ മഴ പെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഏതായാലും തൊടുപുഴ മേഖലയിൽ ഇപ്പോൾ ചെറിയ ചാറ്റൽ മഴ ആണ് ഉള്ളത്. ഏതായാലും ജില്ലാ ഭരണകൂടം എല്ലാ മുൻകരുതലും എടുത്തിട്ടുണ്ട്. ഇന്നലെ രാത്രി റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. നേരത്തെ 27-ാം തീയതി മുതലാണ് ഇടുക്കി ജില്ലയിൽ റെഡ് അലർട്ട് ജില്ലാ ഭരണകൂടം പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ ഇന്നലെ ശക്തമായ മഴ രാത്രിയിൽ പെയ്തതിനെ തുടർന്ന് രാത്രിയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. നിലവിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സൈറ്റിൽ കിടക്കുന്നത് ഓറഞ്ച് അലർട്ടിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ്. ഏതായാലും ജില്ലാ ഭരണകൂടം എല്ലാവിധ മുൻകരുതലും എടുത്തിട്ടുണ്ട്. എല്ലാ മേഖലയിലും ഈ ഉരുൾപൊട്ടൽ, ഇവിടെ ഈ വെള്ളക്കെട്ടുണ്ടാകുന്ന പ്രദേശങ്ങൾ ഇടുക്കി ജില്ലയിൽ കുറവാണ്. എന്നാൽ ഈ മണ്ണിടിച്ചിലും അതുപോലെ തന്നെ ഉരുൾപൊട്ടലും ഉണ്ടാകുന്നതാണ് ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ദുരന്തങ്ങൾ ഉണ്ടായാൽ വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ട്. അത്തരം മേഖലകളിൽ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളടക്കം നടത്തുവാൻ വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ നടത്താൻ തഹസീൽദാർമാർക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്.